ഹായ് ഹലോ, എല്ലാവരും സേഫായിട്ടിരിക്കുന്നോ? നാട്ടിൽ മഴയും വെള്ളമൊക്കെ നിറഞ്ഞു ഒരുപാട് സങ്കടമുണ്ട് ഇതെല്ലാം കേട്ടിട്ട്. നേരത്തെ പോലെ അന്നത്തെ പോലെ അത്രയും വലിയൊരു 2018 സംഭവിച്ച പോലൊരു പ്രളയമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഒരുപാട് നമ്മുടെ വേണ്ടപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കേട്ടോ, സുധി. അവളെൻ്റെ +2 പഠിക്കുന്ന സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. 2018 പ്രളയം വന്ന ടൈമിൽ ആ സമയത്ത് ഞങ്ങളും ഇതുപോലെ നാട്ടിലില്ലായിരുന്നു, ആസാമിലായിരുന്നു. അപ്പം ഇവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു, എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. ഇവളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത് ചെങ്ങന്നൂരിന് കിഴക്ക് പുലിയൂർ, അവിടെ നിന്നും കിഴക്ക് ഒരു സ്ഥലമാണ്. പ്രോപ്പർ ആ സ്ഥലപ്പേര് എനിക്ക് പറയാനറിയില്ല, ഒരുപാട് കിഴക്കാണ്. അപ്പോൾ അവിടെ പ്രളയം വന്ന സമയത്ത് ഇവളുടെ വീടെല്ലാം മുങ്ങിയിട്ട് ഇങ്ങനെ ന്യൂസിനകത്തും എല്ലാം കൂടെ നമ്മൾ അവിടുത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇവളെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് ഇവളെ വിളിച്ചിട്ട് ഇവിടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല, ഫോൺ നമ്പറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കുറേ പിന്നെ വേറെ ആരോടും നമുക്ക് കോണ്ടാക്റ്റ് ഇല്ല വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ കോണ്ടാക്റ്റ് ചെയ്യാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല. കുറേ നാൾക്ക് ശേഷം ഒരു സേഫായി കഴിഞ്ഞതിന് ശേഷം അവൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിൻ്റെ കാര്യത്തിൽ ഒരുപാട് വിഷമിച്ചിരിക്കുമായിരുന്നു, നിൻ്റെ വിവരങ്ങളൊന്നും അറിയാൻ കഴിയുന്നില്ല, ഒരുപാട് വിഷമിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, കുഴപ്പമില്ല, ഞങ്ങൾ ക്യാമ്പിലൊക്കെ ആയിരുന്നു, വീടൊക്കെ ഫുൾ മുങ്ങി, ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. പിന്നീട് അങ്ങോട്ട് നല്ല കോണ്ടാക്റ്റ് ആയിരുന്നു അവളുമായിട്ട് കേട്ടോ. അത് കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോൺ മിസ്സായിപ്പോയ കഥ. അപ്പോൾ ഈ ഫോൺ പോയ സമയത്ത് എൻ്റെ കോണ്ടാക്റ്റ് എല്ലാം അതിനകത്തായിരുന്നു, എല്ലാം പോയി. ഫോൺ തിരികെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഇവരെല്ലാം ഫോർമാറ്റ് ചെയ്ത് കാരണം എനിക്കൊരു ഡീറ്റെയിൽസും ഫോണിൽ നിന്ന് കിട്ടാൻ കഴിഞ്ഞില്ല. അതാണ് അവളുടെ നമ്പറില്ല. ഇപ്പം ഫോൺ എൻ്റെ ഫോൺ ജനുവരി പോയി, ഇതിപ്പോൾ ജൂലൈ ഓഗസ്റ്റ് അല്ലേ. ഇത്രയും മാസത്തിനിടയ്ക്ക് എനിക്ക് അവളോട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എങ്കിൽ പോലും എൻ്റെ നമ്പർ പഴയ നമ്പർ തന്നെയാണ്, ഡ്യൂപ്ലിക്കേറ്റ് സിമ്മാണ് എടുത്തത്. അവൾക്കിടയ്ക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നു, അവൾ വിളിച്ചില്ല, പോട്ടെ, ഇപ്പോൾ ഞാനത് പറയുന്നില്ല. പക്ഷേ ഇങ്ങനൊരു നാട്ടിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായ സ്ഥിതിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം അവിടെ ഈ വെള്ളവും മഴയും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ ഓടി വന്നത് ശ്രുതിയുടെ കാര്യം കേട്ടോ. ഇവിടെ പറയാൻ കാര്യം വേറൊന്നുമല്ല, അവൾക്ക് ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഒന്നുമില്ല, അവളിതൊന്നും ഉപയോഗിക്കുന്ന ആളല്ല. എൻ്റെ ഈ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞത് അതുകൊണ്ടാണ്. അവൾ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശ്രുതി, നീ എവിടെയാണേലും എനിക്കൊരു ഹായ് മെസ്സേജോ, ഞാൻ സേഫാണെന്ന് എന്തേലും എനിക്ക് ഈ വീഡിയോക്കിടയിൽ ഒരു കമൻറ്റ് ഇട്ടേക്കണേ ശ്രുതി, നിനക്ക് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിതിവിടെ പറഞ്ഞത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഞായറാഴ്ചയായപ്പോൾ ബജാറിലൊന്ന് ഇറങ്ങിയതാണ്. സൺഡേ ബജാർ എന്ന് പറയാൻ പറ്റത്തില്ല, ഇവിടെ എല്ലാ ദിവസവും ഉണ്ട്, MG മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ വന്നിരുന്ന് ഞാനൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേരൊന്നും കണ്ടില്ല. ഇവിടെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമുള്ള കാരണം ലൈവ് ഇട്ടില്ല, അത്ര ക്ലിയർ അല്ലേ. എങ്കിൽപ്പോലും ചുമ്മാ അവിടെ വന്നപ്പോൾ ഞാൻ ലൈവ് ഇട്ടതായിരുന്നു. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ ഇറങ്ങിയിട്ട് കുറേ നാളായി. ശ്രീകുട്ടി അങ്ങനെ ബജാറിലൊന്നും പോയി വിളിച്ചാൽ വരില്ല, അവൾ പറയും നിങ്ങൾ പൊക്കോ, ഞാൻ വരുന്നില്ല. ഇന്ന് പിന്നെ അവളെയും കൂടെ പൊക്കിക്കൊണ്ടെങ്കിൽ പോന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ബജാറിലിറങ്ങി. ഇവിടെ വന്നിട്ട് ഇവിടെ ഫുൾ പച്ചക്കറികൾ, ഇവിടെ തേനൊക്കെ ഉണ്ട്. ഒരു കുപ്പി തേൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു കുപ്പി തേൻ അവർ പറയുന്ന വിലയാണ് 2000 രൂപ. നാടൻ തേനെന്നൊക്കെയാണ് പറയുന്നത്, നമുക്കറിയില്ലല്ലോ. പിന്നെ ഫുൾ ചോളം. ഇപ്പോൾ ഇവിടെ പഴുത്ത മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ചോളമുണ്ട്, പിന്നെ ചക്കയുണ്ട്. ചക്ക അതേ 200-250 ഗ്രാം തൂക്കി ചെറിയ പാക്കറ്റുകളിലാക്കി വെച്ചേക്കുന്ന ചക്കകളാണ്. നല്ല വെയിലുണ്ട് കേട്ടോ, ഇവിടെ നല്ല വെയിലാണ്. ഇവിടെ ഞങ്ങളുടെ ക്വാർട്ടേഴ്സൊക്കെ ചേട്ടൻ്റെ യൂണിറ്റ് നിൽക്കുന്ന ഭാഗത്ത് ഫുൾ തണുപ്പും അവിടെ ഫുൾ ടൈം മഴയുമാണ്. ഞങ്ങളങ്ങ് ഒത്തിരി ടോപ്പിലാണ്. ഇതിപ്പോൾ ഒത്തിരി താഴെ വരണം ഈ ബജാർ എന്ന് പറയുമ്പോൾ. ഇവിടെ ആണെങ്കിലും നല്ല വെയിലാണ്, എപ്പോൾ വന്നാലും വെയിലാണ്, നല്ല കാലാവസ്ഥയാണ്. ഇവിടെ വരുമ്പോഴാണ് ഞങ്ങളൊന്ന് വെയിൽ കൊള്ളുന്നത്. കുറച്ച് വൈറ്റമിൻ ഡി ഒക്കെ കിട്ടുന്ന ഈ ബജാറിൽ വരുമ്പോഴത്തേനാണ് വെയിൽ കിട്ടുമ്പോൾ. ഇവിടുത്തെ സബ്ജിയാണ്. പിന്നെ ഇത് ചെറിയ കിഴങ്ങ് കേട്ടോ, അത്ര ക്ലിയർ അല്ലെന്ന് തോന്നുന്നു. പിന്നെ നാടൻ കോഴി, അതാണ് മക്കളെ 1700 രൂപ പെർ kg. 1 കിലോയ്ക്ക് 1700 രൂപയാണ് ഇവർ പറയുന്നത് നാടൻ കോഴിക്ക്. എന്താ അല്ലേ വിലയൊക്കെ. ഇത് നമ്മുടെ ഈ ഹാളിൻ്റെ വെളിയിലുള്ളതാണ് ഈ പച്ചക്കറി സൈഡിലുള്ള കച്ചവടമൊക്കെ. ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ പച്ചക്കറി, ഫ്രൂട്ട്സ്, പിന്നെ പാത്രക്കടകൾ, പിന്നെ സ്റ്റേഷനറി കടകൾ, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതിപ്പോൾ 4-5 ഫ്ലോറുണ്ട് ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ. ഒരു ബിൽഡിങ്ങിൽ ഡ്രസ്സ്, ഏറ്റവും താഴെ പച്ചക്കറികൾ, അതിൻ്റെ മേളിൽ ഡ്രസ്സ്, പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് ചപ്പൽസ്, ചെരുപ്പിൻ്റെ എല്ലാം സെഷൻ. അങ്ങനെ ഓരോരോ ഫ്ലോറിലും ഓരോരോ കച്ചവടക്കാരാണ്. നമുക്ക് ചുമ്മാ നമ്മളെല്ലാം കയറി ഇറങ്ങി കണ്ടു. ഇത് 2nd ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആട്ടോ. ഇവിടെ ആണെങ്കിൽ ഈ മലയും കുന്നുമൊക്കെ ആയതുകൊണ്ട് ആൾക്കാർക്ക് വീട് വെച്ച് താമസിക്കാനുള്ള സ്ഥലം കുറവാണ്. അപ്പോൾ ഇതുപോലുള്ള ബിൽഡിങ്ങുകൾ കെട്ടി, ഫ്ലാറ്റ് പോലെ കെട്ടി എല്ലാവരും അങ്ങനെയാണ് താമസിക്കുന്നത്. ഇവിടെ ഒന്ന് ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ വീടുകൾ കാണാം.
കണ്ടു കഴിഞ്ഞ് ചെറിയ തീപ്പെട്ടിക്കൂട് പോലെ തോന്നും, എന്നാൽ വലിയ വലിയ ബിൽഡിങ്ങുകളാണ്. അതുപോലെ ആൾക്കാരാണ്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എന്നാൽ പക്ഷേ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ കുറവാണ്. ഇവിടുത്തെ ഡ്രസ്സുകൾ നമ്മുടെ കേരള ട്രഡീഷണൽ ഡ്രസ്സ് പോലെ സിക്കിമിന് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. വലിയ ഭംഗിയൊന്നുമില്ല കാണാൻ. എൻ്റെ പേരെന്തുവാണെന്നോ എനിക്കറിയില്ല. പൊന്നൂൻ്റെ സ്കൂളിലെ ടീച്ചർമാരൊക്കെ മിക്ക ദിവസവും ഇട്ടുകൊണ്ട് വരുന്നതാണ്. പിന്നെ ചുരിദാർ മെറ്റീരിയലൊക്കെ കുറവാണ്. സാരിക്ക് നല്ല സെലക്ഷനുണ്ട് ഇവിടെ. പിന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ നല്ല സെലക്ഷനാണ്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സി യു.